നമസ്കാരം. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പിന്നീട് ആ പ്രൊഡക്റ്റ് മോശമാണെന്ന് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലേ നമ്മളുടെ ഒരു മാനസികാവസ്ഥ. അപ്പം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, അതായത് ഞാൻ നേരിട്ടിട്ട് കസ്റ്റമറെ കണ്ടിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഞാനൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല, പക്ഷേ കസ്റ്റമറുടെ അടുത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു 10,000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികൾ, അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും എന്താ പറയുക, അതിൽ കുറേ വാസ്തവം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഹാപ്പി അല്ല കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട്. സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാതിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ഒരു സ്റ്റേജാണിത്. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് വണ്ടിക്കാണ് കംപ്ലൈൻറ്റ് ഇല്ലാത്ത? പെട്രോൾ വണ്ടികൾ എടുക്കുകയാണെങ്കിലും കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. പക്ഷേ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസ് ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവന്നത് ഇത്രയും കാലമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് സർവീസിലെ കുറേ ഡിലേ. അതായത് നമ്മളിപ്പോൾ ഒരു സർവീസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് കിട്ടേണ്ട വണ്ടി ഒരാഴ്ചയും 2 ആഴ്ചയും കഴിഞ്ഞിട്ടൊക്കെയാണ് വണ്ടി കിട്ടുന്നത്. ചിലപ്പോൾ മാസങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പം നിലവിലെ പല മുൻനിര കമ്പനികളും കുറേ ഷോറൂമുകൾ തുടങ്ങിയിട്ടുണ്ട്, കുറേ ടെക്നീഷ്യൻസിനെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പഴയ പോലത്തെ ആ ഒരു ഇഷ്യൂസ് ഇല്ല. നമ്മളിപ്പോൾ ഒരു പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി തിരിച്ച് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാനൊരു ഇലക്ട്രിക് വാഹനം എടുക്കാത്തതെന്ന്. ശരിയാണ്, വളരെ നല്ലൊരു ചോദ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ എടുക്കാത്തതെന്നുള്ളത്? കുറേ കാര്യങ്ങൾ നേരെ അവനുണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം 2025 ഞാനൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ തീരുമാനിച്ചു. സ്കൂട്ടറാണ് എടുക്കാൻ വിചാരിക്കുന്നത്. ആദ്യം ഒരു സ്കൂട്ടർ എടുക്കും, പിന്നെ എനിക്ക് ഈ ഒരു വണ്ടി മാറ്റണം, എന്നിട്ട് ഒരു 4 വീലർ ഇലക്ട്രിക് എടുക്കണം. പക്ഷേ അത് ഭാവിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാനൊരു ഇലക്ട്രിക് 4 വീലർ എടുക്കും. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത് ഒരു ബുള്ളറ്റാണ്, ക്ലാസിക് 350. അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അത് വിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ, സ്കൂട്ടർ വാങ്ങിക്കാൻ. അത് മതിയാവില്ല, ബാക്കിയുള്ളത് EMI ഇടണം. സത്യം പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 വർഷമായി. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഒത്തൊരു സാധനം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വണ്ടി ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 120 കിലോമീറ്റർ ട്രൂ റേഞ്ച് കിട്ടുന്ന വണ്ടിയായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു IDC റേഞ്ച് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു 150ൻ്റെ മുകളിലുള്ള വണ്ടികളായിരിക്കണം. പിന്നെ എനിക്ക് വേണ്ടത് ഒരു 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് മതി. കാരണം നമ്മൾ സിറ്റിയിലൊക്കെ അത് തന്നെ ധാരാളം. ഒരു സ്കൂട്ടറിൻ്റെ ടയർ വളരെ ചെറുതാണ്, അപ്പോൾ നമ്മൾ അതിനെക്കാട്ടൊക്കെ സ്പീഡിൽ പോകുന്നത് വളരെ ഡേഞ്ചറാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് വേണം. ഫീച്ചേഴ്സ് തീരെ വേണ്ട സത്യം പറയുകയാണെങ്കിൽ. വണ്ടിയിൽ കീ വേണം, കീലെസ് എൻട്രി തീരെ താല്പര്യമില്ല. ഫീച്ചേഴ്സ് മാക്സിമം കുറയുന്നത് അത്രയും നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. മോട്ടോർ പവർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പെർഫോമൻസ് കാര്യങ്ങളൊന്നും വേണ്ട. 2 ആൾ വെച്ചിട്ട് സുഖമായിട്ട് വണ്ടി വലിയണം, അത്രേ ആഗ്രഹമുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് അത് വളരെ നിർബന്ധമാണ്. അതായത് നമ്മൾ റോഡിൽ ഇപ്പോൾ ഒരു 120 കിലോമീറ്റർ ട്രൂ റേഞ്ച് വേണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിൽ കൂടുതലൊന്നും ഞാൻ ഒരിക്കലും ഓടാൻ പോകുന്നില്ല ഒരു ദിവസം. പക്ഷേ ഇൻ കേസ് എനിക്ക് ഓടേണ്ടി വന്നാൽ ചില സാഹചര്യത്തിൽ നമുക്ക് ഓടേണ്ടി വരും. അപ്പോൾ നമ്മൾ റോഡിൽ കുടുങ്ങി പോകാൻ പാടില്ല. അപ്പം നമുക്ക് റോഡുമേൽ എവിടെയെങ്കിലും സിറ്റിയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കണം. ഫാസ്റ്റ് ചാർജർ വേണം. അതായത് നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 കിലോമീറ്ററെങ്കിലും ഓടാൻ പറ്റണം. ആ ഒരു രീതിയിലുള്ള വണ്ടിയായിരിക്കണം. ഈ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളൊന്നും ഇന്ന് നിലവിലില്ല. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഗ്രിഡിൻ്റെ അവൈലബിലിറ്റി, അതായത് റോഡിൻ്റെ സൈഡിലും സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള, അതായത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൊണ്ടുവരുന്നത്. ഫാസ്റ്റ് ഗ്രിഡ് എന്നാണ് ഈ ഒരു കമ്പനീൻ്റെ പേര്. അപ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ചെയ്തതാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഞാനിതിൻ്റെ മുന്നേ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് പക്ഷേ KCBൻ്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ കിട്ടാത്തതുകൊണ്ടാണ് വൈകിയത്. പക്ഷേ നമ്മൾ കോഴിക്കോട് ഓൾറെഡി സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇന്നലെയായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. സോറി, ഞാൻ കോഴിക്കോട് തുടങ്ങിയ സ്ഥലം പറയാൻ മറന്നുപോയി. കോഴിക്കോട് ബീച്ച് റോഡിൽ മൂന്നാലിങ്ങൽ ലീഗ് ഹൗസിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷന് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വണ്ടീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ എനിക്ക് താല്പര്യമില്ല. കുറച്ച് സ്റ്റിഫായിരിക്കണം എന്ന് കരുതിയിട്ട് ഒരുപാട് ഹാർഡാവാൻ പാടില്ല. ഈ ഒരുപാട് സ്മൂത്ത് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പം ഒരു ഓഫ് റോഡ് കൂടെ പോവുകയാണെങ്കിൽ കുണ്ടും കുഴിയൊക്കെ ആണെങ്കിൽ അപ്പോൾ പല രീതിയിലും സസ്പെൻഷൻ എത്രത്തോളം കൂടുതൽ വർക്ക് ചെയ്യുന്നത് അത്രത്തോളം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പവർ കൂടുതൽ വേണം. അപ്പോൾ റേഞ്ച് ചെറിയ രീതിയിൽ ഡ്രോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുമ്പം ഒരു 70-80 km/h സ്പീഡിൽ പോകുമ്പം നല്ല സ്മൂത്ത് സസ്പെൻഷൻ ആണെങ്കിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി ചെറിയ രീതിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ വാറണ്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാറ്ററിക്ക് ഏറ്റവും ചുരുങ്ങിയത് എക്സ്റ്റൻഡഡ് വാറണ്ടി അടക്കം 5 വർഷം എന്തായാലും ലഭിക്കണം. പിന്നെ വണ്ടിയുടെ വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാം അടക്കം, അതായത് ഓൺ ദ റോഡ് പ്രൈസ് 1,50,000 താഴെ ആയിരിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ വണ്ടിയുടെ സർവീസാണ്. പക്ക സർവീസ് ആയിരിക്കണം, ഡിലേ ഉണ്ടാവാൻ പാടില്ല. പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി അത് എന്തായാലും നമ്മൾ നോക്കിയേ പറ്റൂ. കാരണം പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ അത് കിട്ടാനില്ലെങ്കിൽ വണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കിട്ടാൻ ഒരുപാട് വൈകും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ട്. അപ്പം അതും കൂടി ശ്രദ്ധിക്കണം. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന 1.5 ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം എടുക്കാൻ പോകുന്ന വണ്ടീൻ്റെ പേര് പറയാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഒരു 3 വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ഉറപ്പ് വരുത്താനുണ്ട്. അതിന് കുറച്ച് സമയം കൂടി വേണം. എന്തായാലും 2025 ഈ വർഷം തന്നെ ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ബുള്ളറ്റ് വിൽക്കാൻ പോകാമെന്ന് തീരുമാനിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. 2015 മോഡൽ വണ്ടിയാണ് കേട്ടോ. ക്ലാസിക് 350 ഏകദേശം 51,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ സർവീസ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കമ്പനി തരുന്ന ഫ്രീ സർവീസ് മാത്രമേ കമ്പനിയിൽ കൊടുത്ത് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സർവീസും ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്നാണ് ചെയ്തത് കേട്ടോ. പക്ഷേ കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഇത്രയും, അതായത് ഏകദേശം 10 വർഷത്തോളമായി വണ്ടി, 9 വർഷം കഴിഞ്ഞു, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇടത്ത് ഭാഗത്ത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സ്ക്രാച്ച് ഉണ്ട്. ക്രാഷ് ഗാർഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാലോ, കുറേ ഭാഗം ഉരഞ്ഞിട്ട് അവിടെ പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ കുറേ ബ്ലാക്ക് പെയിൻ്റ് കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പോയി. ഇപ്പോഴും സ്ക്രാച്ചസ് കാണുന്നുണ്ട്. പിന്നെ മുന്നിലെ മഡ് ഗാർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ, ചെറുതായിട്ട് ചെറിയൊരു ഡെൻറ്റ് ഉണ്ട്, ചെറിയൊരു കുഴി. അതേപോലെ തന്നെ പിന്നിലെ മഡ് ഗാർഡിൻ്റെ ഈ ഒരു മൊത്തം അസംബ്ലി, അതായത് ടെയിൽ ലൈറ്റിൻ്റെ അസംബ്ലി ആ ഒരു ആക്സിഡൻറ്റ് സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സംഭവിച്ചതാണ് ഈ ഒരു ചെറിയൊരു ചതുക്ക് കണ്ടോ, ചെറിയൊരു കുഴി പോലെ ഉണ്ട് ഇവിടെ, ഡെൻറ്റ്. ഈ ഒരു അസംബ്ലി മൊത്തമായിട്ട് മാറ്റി ഫിറ്റ് ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് അവർ ആ ഡെൻറ്റ് ക്ലിയർ ചെയ്തില്ല. അതുകൊണ്ട് അവിടെ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സമയത്ത് സംഭവിച്ചാണ്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വേറെ ഒരു ആക്സിഡൻറ്റും ഈ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും കഴിഞ്ഞ 9 വർഷത്തോളം ഞാൻ പൊന്നു പോലെ കൊണ്ടുനടന്ന വണ്ടിയാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല. എൻ്റെ സ്വന്തം, എന്താ പറയുക, സ്വന്തം നമ്മളൊരു കൂടപ്പുറപ്പ് പോലെ കൊണ്ടുനടന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഞാൻ വില ഇട്ടിരിക്കുന്നത് 78,000 രൂപയാണ് കേട്ടോ. 78,000. ഇതിൽ ബാർഗൈനിങ് ഒന്നുമില്ല. നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ വിളിക്കുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം വിളിക്കുക ദയവ് ചെയ്തിട്ട്. 78,000 രൂപ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. അതിൽ ആകെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ രജിസ്ട്രേഷനാണ്. അപ്പം ഇവിടത്തേക്ക് മാറ്റണമെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, NOC വേണം. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കിക്കോളാം. പിന്നെ ഇൻഷുറൻസ് ഈ വർഷം ഒക്ടോബർ വരെ ഉണ്ട്. പിന്നെ വണ്ടീൻ്റെ ടയർ നിങ്ങൾ കണ്ടില്ല, ഇതാ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല ടയറിൻ്റെ കാര്യം. എന്നാലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പകുതി ടയറോളം ഉണ്ട്. പിന്നെ ഇതിൻ്റെത് എലോയ് വീൽസ് ആണ് കേട്ടോ. ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി വാങ്ങിയ സമയത്ത് തന്നെ മാറ്റിയതാണ്. ഇതിൻ്റെ ഒറിജിനൽ വീല് എൻ്റെ കയ്യിലില്ല. സ്പോക്സ് അത് എൻ്റെ ഒരു സുഹൃത്ത് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പുള്ളിക്ക് കൊടുത്തതാണ്. ഇനി തിരിച്ചു ചോദിക്കുന്നതൊക്കെ മോശമല്ലേ. പിന്നെ ഈ 50,000 കിലോമീറ്റർ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെയിനും സ്പോക്കറ്റും ഞാൻ 2 പ്രാവശ്യത്തോളം മാറ്റിയിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്സ് അതൊക്കെ ഒരുപാട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്, ഓർമ്മയില്ല. ടയർ ഞാൻ തോന്നുന്നത് ബാക്കിലത് 2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതേപോലെ മുന്നിലത് 1 പ്രാവശ്യം. വേറെ അങ്ങനെ കാര്യമായിട്ട് മാറ്റേണ്ടി വന്നിട്ടില്ല.
പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ടാറ്റ ആൾട്രോസ് 2020 മോഡലാണ്. ഇതും ഭാവിയിൽ ഞാൻ മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. അന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വീട്ടിലെ വണ്ടികൾ ഇലക്ട്രിക് ആക്കിയാലും ആ ഒരു വണ്ടി അവിടെ തന്നെ കാണും, ഹോണ്ട ആക്ടിവ. കാരണം നിലവിലെ സാഹചര്യത്തിൽ നമ്മളൊരു ഇലക്ട്രിക് വണ്ടി എടുത്താലും ഒരു പെട്രോൾ വണ്ടിയുടെ ബാക്കപ്പ് നിർബന്ധമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.